ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് uplabs എന്ന് പറയുന്ന ഒരു സൂപ്പർ വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഒരുപാട് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഇൻസ്പിറേഷന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഡിസൈൻസുകളും മറ്റും കാണാനും ഒക്കെ ആയിട്ട് UI ഡിസൈനിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. ഡിസൈൻ ഫീൽഡിലോട്ട് വരുന്ന ഒരാൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഡിസൈൻ ഇൻസ്പിറേഷൻ എന്നുള്ളത് മാത്രമല്ല, ഇൻസ്പിറേഷനുകൾ കളക്ട് ചെയ്യുന്നതിനും അതിലുപരി അവർക്ക് എങ്ങനെ ഡിസൈൻ ചെയ്ത് പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഡിസൈൻ പ്രോജക്റ്റുകൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതുമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വെബ്സൈറ്റ് ആണ് ഇത്. യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ സാധ്യതകളെക്കുറിച്ചും ഒന്ന് നോക്കാം. ഓക്കെ നിങ്ങൾ uplabs.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ ആസ് യൂഷ്വൽ എല്ലാ ഒരു ഡിസൈൻ ഇൻസ്പിറേഷൻ വെബ്സൈറ്റുകളെ പോലെയും ഒരുപാട് പ്രോജക്റ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്, പ്രിന്റ് മീഡിയ ഡിസൈൻസുകളുണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിസൈൻസുകൾ ഇവിടെ കാണാം. അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഫിൽറ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പ് ഫയൽ, സ്കെച്ച് ഫയൽ, ഇല്ലുസ്ട്രേറ്റർ ഫയൽ, അഡോബ് XD ഫയൽ തുടങ്ങി സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഫിൽറ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എനിവേസ് എല്ലാ ഡിസൈൻസുകളും ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ കാണാൻ പറ്റും. അത് നമുക്ക് ആസ് യൂഷ്വൽ എല്ലാ ദിവസവും നമുക്കൊരു ഇൻസ്പിറേഷൻ വെബ്സൈറ്റ് പോലെ ഇവിടെ വരിക, ഇതിൽ കണ്ട് വെബ്സൈറ്റുകളുടെയും മൊബൈൽ ആപ്ലിക്കേഷനുകളുടെയൊക്കെ ഇൻസ്പിറേഷൻസ് നമുക്ക് ഡെയിലി ലഭിക്കും. അപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ വെബ്സൈറ്റ് എന്നുള്ളതിലുപരി എങ്ങനെയാണ് ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു ഡിസൈനർക്ക് ഇതിൽ കൂടുതൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് വെബ് ഡിസൈൻ്റെയും iOS ഡിസൈൻ്റെയും ആൻഡ്രോയിഡ് ഡിസൈൻ്റെയൊക്കെ ടാബ്സുകൾ എടുത്ത് പർട്ടിക്കുലർലി ഡിസൈൻസുകൾ ഡെയിലി കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരുപാട് ഡിസൈൻ ചലഞ്ചസുകൾ നടത്താറുണ്ട്. uplabsന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഡിസൈൻ ട്രെൻഡിങ് ഡിസൈൻസുകൾ അപ്ലോഡ് ചെയ്യുന്നതിലുപരി ഇതിൽ ഒരുപാട് ചലഞ്ചസ് അവർ നമുക്ക് തരാറുണ്ട്. അത് നിങ്ങളിവിടെ റൈറ്റ് ടോപ്പിലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചലഞ്ചസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ ചലഞ്ചസ് ബട്ടൺ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറില്ല ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചലഞ്ചസിൽ വന്ന് നിങ്ങൾക്ക് ആ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ രീതിയിലുള്ള കുറേ പ്രോജക്ട്സുകൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, താഴോട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെക്ഷൻ ഇവിടെ കാണാം. അതിൽ അവർ കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള ഒരു ചലഞ്ച് നമുക്ക് മുമ്പിലേക്ക് തരികയാണ്. എസ്പെഷ്യലി കോഴ്സ് പഠിച്ചു കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ആകാൻ വേണ്ടി ബിഗിനർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കോ ഈ ഒരു പോർട്ടൽ വളരെ ഹെൽപ്പിംഗ് ആണ്. അവർ പഠിച്ചു വെച്ചിരിക്കുന്ന നോളജ് വെച്ചിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഇൻസ്പിറേഷൻ നമ്മൾ കാണുന്നതിനോടൊപ്പം തന്നെ ഈ ചലഞ്ച് പേജിൽ വന്നിട്ട് നമുക്ക് ഇവർ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ചലഞ്ചിൽ കയറി പങ്കാളിയാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാബിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ കൊടുത്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ഡാഷ്ബോർഡ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചലഞ്ച് നമുക്ക് മുമ്പിലേക്ക് അവർ തരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ചലഞ്ച്, എന്ന് മുതൽ എന്ന് വരെയൊക്കെയാണ് ഈ ചലഞ്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ വോട്ടിംഗ് ഡേറ്റ് എന്നാണ് വിന്നറെ അനൗൺസ് ചെയ്യുന്നത് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെ കാണാം. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് ഈ ഡീറ്റെയിൽസ് പ്രോജക്റ്റിന് വേണ്ടുന്ന ആവശ്യങ്ങളുടെ ഒരു ബേസ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ പ്രോജക്റ്റിനകത്ത് അതിന് വേണ്ടിയിട്ടൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ചലഞ്ചായിട്ട്. ആ ചലഞ്ച് ചെയ്യേണ്ടുന്ന സബ്മിഷൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് ആൻഡ് ഡെഡ് ലൈൻ എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങളുടെ ഈ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്തിടുന്ന ഡിസൈൻ അത് അവർ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിന്നറായിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അറൗണ്ട് 10 lakh പ്ലസ് പ്രൊഫഷണൽസ്, ഡിസൈൻ പ്രൊഫഷണൽസിനെ അവർ അവരുടെ ന്യൂസ് ലെറ്ററിലോടുകൂടി ആ വിന്നറെ അവർ അനൗൺസ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ലക്ഷക്കണക്ക് ഡിസൈനിങ് പ്രൊഫഷണൽസിൻ്റെ ഇടയിലേക്കായിരിക്കും ചെല്ലുന്നത്. പ്രത്യേകിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ച് ഫ്രഷറായി തുടങ്ങി കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീലാൻസിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഫ്രീലാൻസിങ് ഡിസൈനേഴ്സിന് ടൈമുള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ജോബാണിത്. ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. വിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത്രയും കണ്ട ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പറ്റാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് ഫ്രീലാൻസ് പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ചലഞ്ച് എന്ന് പറയുന്നത് ഫ്രഷർ ആയിട്ടുള്ളവർക്കും ഫ്രീലാൻസ് ജോബ് നോക്കുന്ന ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോർട്ടലാണ്.
അതുപോലെ തന്നെ മറ്റൊരു ചലഞ്ച് കാണാം, എയർബിഎൻബി ആപ്പ് റീഡിസൈൻ. എയർബിഎൻബി എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് ലോകത്തിലെ ഒരു നല്ലൊരു ടോപ്പായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവരുടെ ആപ്പ് എങ്ങനെ റീഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു യോഗ ആപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു യോഗ ആപ്പ് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സൈറ്റ് എങ്ങനെ റീഡിസൈൻ ചെയ്യാം തുടങ്ങി ഇത്തരത്തിലുള്ള ചലഞ്ചസുകളാണ് അവർ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നത്. അത് നിങ്ങളൊരു ചലഞ്ചായി തന്നെ എടുക്കുക, നിങ്ങളുടെ ടൈം, ഫ്രീ ഉള്ള ടൈം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക, നല്ലൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് അതിനോടൊപ്പം ഡിസൈൻ ചെയ്ത് നല്ലതുപോലെ പഠിക്കാനും, അതും നല്ലൊരു പ്രൊഫഷണൽ ബ്രാൻഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് പഠിക്കാനും പറ്റും. അഥവാ നിങ്ങൾ വിന്നർ ആയില്ലെങ്കിൽ കൂടിയും ആ പ്രോജക്റ്റുകൾ നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിൽ, നിങ്ങളുടെ സ്വന്തം പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ മെച്ചപ്പെടുത്താനും കഴിയും. ഓക്കെ, അപ്പോൾ ഈ ചാലഞ്ചസ് എന്ന് പറഞ്ഞ പേജ് എല്ലാ ഡിസൈനേഴ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അത് നിങ്ങൾക്ക് പ്രോജക്റ്റ് തരാനും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് നല്ലതുപോലെ ഇമ്പ്രൂവ് ആവാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പോർട്ടലാണ്. ഇനി ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയാണ് അപ്ലോഡ് എന്ന് പറയുന്നത്. അപ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻസുകൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്ഷനുമുണ്ട്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചോ ട്വിറ്റർ വെച്ചോ ഫേസ്ബുക്ക് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വെബ് ഡിസൈൻ, iOS ഡിസൈൻ, ആൻഡ്രോയിഡ് ഡിസൈൻ, ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് തുടങ്ങി ഗ്രാഫിക്സിലും UI-ലും നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് അവർ ചെയ്യുന്ന ഡിസൈൻ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ടൈപ്പ് പ്രോജക്ട്സും നിങ്ങൾക്ക് ചെയ്തിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നവർക്ക് ഫോട്ടോഷോപ്പ് ഫയൽ ചെയ്യാം, അഡോബ് ഇല്ലുസ്ട്രേറ്റർ ചെയ്യുന്നവർക്ക് ഇല്ലുസ്ട്രേറ്റർ ഫയൽ, XD ചെയ്യുന്നവർക്ക് XD ഫയൽ, അങ്ങനെ പല മേഖലയിലും ശോഭിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അവരവരുടെ പ്രോജക്ട്സുകൾ നിങ്ങൾ എവിടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടിയും നിങ്ങൾ സൈഡായിട്ട് കുറച്ച് ടൈം കണ്ടെത്തി അപ്ലാബ്സിൽ ഒരു അക്കൗണ്ട് എടുത്ത് ഇതുപോലുള്ള പ്രോജക്ട്സുകൾ അപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് കൂടുതൽ പ്രോജക്ട്സുകൾ കിട്ടാനും കൂടുതൽ ക്ലയൻസിനെയൊക്കെ ഉണ്ടാക്കാനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ ഒരുപാട് പ്രൊഫഷണൽ ഡിസൈൻസുകൾ സെല് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട് ഓൾറെഡി മാർക്കറ്റിൽ. പക്ഷേ അതൊക്കെ തന്നെ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറി പറ്റാൻ പറ്റുന്ന നല്ലൊരു പോർട്ടൽ ആണ് അപ്ലാബ്സ് എന്ന് പറയുന്നത്. അപ്പം അപ്ലാബ്സിനകത്ത് അപ്ലോഡ് പേജിൽ വന്ന് നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ നല്ലൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക, അത് അവിടെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ ഓപ്ഷൻസുകളും അവിടെ തന്നെ ഉണ്ട്. ഞാനിവിടെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ട് ഇവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്യുന്നില്ല, ലോഗിൻ ചെയ്യാതെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാകും, വളരെ സിമ്പിളായിട്ടാണ് അവിടെ ഫയൽ അപ്ലോഡ് ചെയ്യാനും നിങ്ങളുടെ ലൈസൻസ് എല്ലാ കാര്യങ്ങളും ടിക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉള്ളത്. നിങ്ങളുടെ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഫയൽ അവർ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഒരുപാട് വലിയൊരു ഓഡിയൻസിലേക്ക് നിങ്ങളുടെ ഡിസൈൻസുകൾ എത്തിക്കാനും നിങ്ങൾക്കൊരു ക്യാഷ് ഉണ്ടാക്കാനും നിങ്ങളുടെ ഫ്രീ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യാനും പറ്റിയ ഒരു ബെറ്റർ പോർട്ടലാണ്. ഓക്കെ, ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കും നല്ലതുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു ബെറ്റർ പോർട്ടലാണ് uplabs.com. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ഡിസൈനേഴ്സും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിൽ നിന്നും ഡിസൈൻസുകൾ അപ്ലോഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതുപോലെ തന്നെ പ്രയോജനം ചെയ്യുന്ന കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള മാർക്കറ്റുകളെ കുറിച്ച് പിന്നീട് പരിചയപ്പെടാം. എനിവേസ്, അപ്ലാബ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു വെബ് പോർട്ടലാണ്. അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രോജക്റ്റുകളൊക്കെ നോക്കിയിരിക്കുന്ന ഏതെങ്കിലും ഗ്രാഫിക് ഡിസൈനേഴ്സോ UI ഡിസൈനേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അവരെ മാക്സിമം ഇതിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.